ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 2 ചേരുവകൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 തരം വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ വീട്ടിലുള്ള സാധാരണ 2 ചേരുവകൾ മാത്രം മതി. അപ്പോൾ ബീറ്റർ ഒന്നും വേണ്ട, വിസ്കും സ്പൂണും വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വിപ്പിംഗ് ക്രീം ഇല്ലയെന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഈ 2 റെസിപ്പീസ് നമുക്ക് മിക്സിയിൽ പോലും ചെയ്തെടുക്കാൻ പറ്റും. വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ്, നമ്മുടെ സാധാരണ ചായയൊക്കെ കുടിക്കുന്ന ആ ഒരു കപ്പ് തന്നെയാണ്. അപ്പോൾ ആ കപ്പിൽ 1/2 കപ്പ് ഡാൽഡ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഡാൽഡയാണ്. അപ്പോൾ ഡാൽഡ വെച്ചിട്ട്, അതായത് വെജിറ്റബിൾ ഗീ വെച്ചിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മെഷർമെൻറ്റ് കപ്പിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു സാധാരണ സ്റ്റീലിൻ്റെ ഒരു കപ്പ് എടുത്തത്. അപ്പോൾ വീട്ടിലുള്ള ഏത് കപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതൊരു 1/2 കപ്പ്. പിന്നെ ഒരുപാട് തണുപ്പുള്ളത് എടുക്കരുത്. ഫ്രിഡ്ജിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്ത് സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ ആ ഒരു രീതിയോട് കൂടി, തണുപ്പോട് കൂടി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡാൽഡ എടുത്തതിന് ശേഷം 1 മണിക്കൂറൊന്ന് പുറത്ത് വെച്ച് അതൊന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഇതുപോലെ എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ നല്ല പീക്സ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഒരു 1 പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അതേ കപ്പിന് തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പൊടിച്ച പഞ്ചസാര നമ്മളൊന്നും കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രീം എല്ലാം ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു അല്പം തരിതരിപ്പുണ്ടാവും. അപ്പോൾ അത് മാറിക്കിട്ടാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് അരിച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പൗഡർ ചെയ്ത ആ ഒരു ഷുഗർ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടിച്ച പഞ്ചസാരയ്ക്ക് പകരം ഐസിങ് ഷുഗർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മുടെ വീട്ടിൽ പഞ്ചസാര ഉണ്ടല്ലോ, അത് മിക്സിയിൽ പൊടിച്ചെടുത്ത് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ ചെയ്തതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ ആദ്യം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് കട്ടിയായിട്ട് തോന്നും. പക്ഷേ ഒരു 2 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറികളിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ക്രീം തന്നെയാണ്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ക്രീം തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ബട്ടർ ഐസിങ് ചെയ്യില്ലേ, ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ്. ബട്ടറിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ക്രീമിനും കിട്ടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ 1 മിനിറ്റും കൂടെ ബീറ്റ് ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമിന് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കറക്റ്റ് 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ക്രീമിനൊരു ഷൈനിങ്ങും നല്ല സോഫ്റ്റായിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡാൽഡ ചേർത്തതുകൊണ്ട് ഡാൽഡയുടെ മണം ഉണ്ടാവും, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. കറക്റ്റ് ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം, ഫ്ലവറൊക്കെ ചെയ്തെടുക്കാം, ഒന്നിനും കുഴപ്പമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മളൊരു കേക്ക് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വേണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. കാരണം ഡാൽഡയൊക്കെ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഡാൽഡ ഒന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ നമുക്ക് നെയ്യ് വെച്ചിട്ടും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ബീറ്ററൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ഒന്ന് ഉരുക്കി 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തണുപ്പുള്ള നെയ്യ് എടുക്കരുത്. ഒന്ന് കട്ടയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി എടുക്കുക, പക്ഷേ ചൂട് ആവാൻ പാടില്ല. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് നല്ലപോലെ പൊടിച്ച പഞ്ചസാര. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തത് വിസ്കിലാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ്. അപ്പോൾ വിസ്ക് തന്നെ വേണമെന്നില്ല, സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം
ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരും, പിന്നെ അത് നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക, കാരണം നെയ്യ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു നെയ്യിൻ്റെ മണം എങ്ങാനും എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വാനില എസൻസ് ചേർക്കുന്നതോടുകൂടി അത് നന്നായിട്ട് മാറിക്കിട്ടും. ഇനി നല്ല സ്പീഡിൽ അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബീറ്ററിലാണെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബീറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ കയ്യിൽ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റോളം എടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് തൊട്ട് നോക്കുക, ചെറിയൊരു തരിതരിപ്പ് ഉണ്ട് എന്നാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് സാധാരണ ചെയ്യുന്ന എല്ലാ ഡെക്കറേഷൻസും ചെയ്യാം. ഫ്ലവർ ചെയ്യാം, റോസ് പെറ്റൽസ് വരയ്ക്കാം. അതുമാത്രമല്ല നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്രീം നിൽക്കും. ഈ 2 ക്രീമും നിൽക്കും. അതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രമാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഒരുപാടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് നെയ്യുടെ അളവ് കൂട്ടിയെടുക്കാം. അപ്പോൾ 1/2 കപ്പ് നെയ്യ് എടുക്കുകയാണെങ്കിൽ ഈ അളവിനായിരിക്കും ക്രീം കിട്ടുന്നത്. ഇനി ബീറ്ററിലാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ഉണ്ടാകും കേട്ടോ. നമ്മളിപ്പോൾ സ്പൂണിൽ ചെയ്യുമ്പോൾ അത്രയും ക്വാണ്ടിറ്റി വരില്ല, പക്ഷേ അത് ബീറ്ററിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വരും. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 റെസിപ്പീസും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം വീട്ടിലുള്ള 2 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 വ്യത്യസ്തമായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ കേക്കിനൊന്നും വിപ്പിംഗ് ക്രീം ഇല്ലയെന്നും പറഞ്ഞാൽ ആരും കേക്ക് ഉണ്ടാക്കാതെ ഒന്നും ഇരിക്കേണ്ട. പുറത്തുനിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങാൻ വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.